നമസ്കാരം. ഈ സിനിമയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അത്ര വലിയ സന്തോഷമുള്ള കാര്യമല്ല. കാരണം നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങളും ആഗ്രഹങ്ങളൊക്കെ വെള്ളിത്തെരയിൽ കാണണം, ഒരു സിനിമയാകണം, ഒരു കഥയിലേക്ക് വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നിർമ്മിക്കുക എന്നുള്ളൊരു വലിയൊരു കടമ്പയുണ്ട്. അപ്പോൾ അതിനെ ആ രീതിയിൽ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് സംവിധായകനായ സിറാജ് റസിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒന്ന്. ആദ്യം നമ്മളിലേക്ക് അത് എത്തിയപ്പോൾ നമ്മൾ മാറ്റി നിർത്തിയൊരു സംഭവമാണിത്. കാരണം ആദ്യം തന്നെ പറഞ്ഞത് ഒരു ലീഡിങ് റോളിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അതിനുശേഷമാണ് വേറെയുള്ള കാര്യമൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല, മറ്റുള്ള ഏതിലും നല്ല ക്യാരക്ടർ അതിനകത്തുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. സിറാജ് പറഞ്ഞത് ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഒരു 1 ലൈൻ വായിച്ചു കഴിഞ്ഞു. വായിച്ചപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി. അതിനോടൊപ്പം തന്നെ സിറാജ് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ ഇതിനകത്ത് ഒരു കൗതുകം കൂടിയുണ്ട്. കാരണം ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ പ്രേക്ഷകർക്ക് അതൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. വലിയ ക്യാരക്ടറൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ടുള്ള സംഭവത്തിലൊന്നല്ല നിൽക്കണമെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് തോന്നി ഈ സ്ക്രിപ്റ്റിനകത്ത്. പക്ഷേ നമ്മൾ അത്തരം ഒരു വേഷങ്ങൾ എടുക്കുമ്പോൾ എന്തിനാണ് ഈ സിനിമ ചെയ്തതെന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അതും നമുക്കൊരു വലിയൊരു ആ ചോദ്യത്തെ നേരിടേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കതൊന്നും ആ ഒരു തോന്നൽ മാറി കിട്ടിയെന്നുള്ളതാണ് സത്യം. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഡയറക്ടറെ വിളിച്ച് പറയായിരുന്നു ഞങ്ങൾക്കത് ചെയ്യാം എന്ന് പറയായിരുന്നു. പിന്നെ അതിൻ്റെ പുറകിൽ വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല. പക്ഷേ വളരെ ബുദ്ധിമുട്ടി. കാരണം അവരൊരു ചാർട്ട് ചെയ്തെങ്കിൽ പോലും ഒരുപാട് കടമ്പ കിടന്നിട്ടാണ് ഈ സിനിമ ഇതിലേക്ക് എത്തുന്നത്. എത്തുമ്പോൾ തന്നെ ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിലൊരു പ്രൊഡ്യൂസറെ നമുക്ക് സമീപിക്കാൻ പറ്റില്ല, നമുക്കൊരു വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളും അതിൻ്റെ ഒരു ബിസിനസ് തലങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നന്മയുള്ള ചിത്രം ചെയ്യണം, എനിക്കും ഈ പറഞ്ഞ പോലെ സ്വയം ചോദിക്കാൻ കഴിയണം, ഞാനൊരു സിനിമ എന്തിനാണ് ചെയ്യുന്നത്, എനിക്ക് എന്നോട് ചോദിക്കുമ്പോൾ അതിന് ഒരു ആൻസർ ഉണ്ടാവണം. അങ്ങനെയാണ് സലീമിക്കയും ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ആഗ്രഹം പോലെ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് ഇതിനകത്തുണ്ട് ഈ സിനിമ പൂർത്തീകരിക്കാനായിട്ട്. അങ്ങനെ വന്നൊരു കൊച്ചു സിനിമയാണ്. തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ, ഈ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒക്കെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു, അല്ലെങ്കിൽ സഫലീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ സ്വകാര്യമായിട്ടുള്ളൊരു അഹങ്കാരമൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇതിനേക്കാൾ വലിയൊരു ജോലിയാണ്. അത് ഞങ്ങൾ വിചാരിച്ച ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, ഞങ്ങൾ കാണുന്ന പോലെ ആ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതിനു വേണ്ട എല്ലാ പ്രോത്സാഹനം തരണം. താങ്ക് യു. നമസ്കാരം. ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഒരു മൂവി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നതൊന്നുമല്ല. ഈ കണ്ടന്റ് ഇഷ്ടമായതുകൊണ്ടും ഇങ്ങനൊരു സബ്ജക്റ്റ് അത് കേട്ടപ്പോൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു പക്ഷേ പുറത്തേക്ക് വരുമെന്ന് പോലും എനിക്കറിയില്ല. കാര്യം ഒരു ആർട്ടിസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് കണ്ട് എടുക്കുക അത് വലിയ ഡിഫിക്കൽട്ടഡ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കണ്ടന്റ് പുറത്തേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ മൂവ് ചെയ്തത്. പിന്നെ ഞാൻ സിറാജ്ക്കാലത്ത് ഫസ്റ്റ് കണ്ടന്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരുപാട് വർഷത്തിന് ശേഷം ചെയ്യുന്ന ഒരു മൂവിയാണ്, അതുകൊണ്ട് ഒരു തരത്തിലും ഇതൊരു മോശമായിട്ട് വരരുത്, നല്ല രീതിയിൽ തന്നെ ഫാമിലി ഓഡിയൻസിനൊക്കെ കാണാനും ഒക്കെ പറ്റുന്നൊരു മൂവി ആയിരിക്കണം. അപ്പോൾ ആ ഒരു വാക്ക് സിറാജൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വാക്ക് ഇത് കഴിഞ്ഞപ്പോൾ അത് പാലിച്ചതായിട്ട് ഞാൻ പറയുകയാണ്. എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനൊരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. നിങ്ങളെല്ലാവരും മൂവി കണ്ടതാണല്ലോ, നിങ്ങളും പുറത്തേക്ക് അതിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയണം. താങ്ക്സ്.